ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള താരിഫ് അമേരിക്ക പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ വലിയൊരു തിരിച്ചടി നൽകണമെന്ന് കോൺഗ്രസും CPM-ഉം ആവശ്യപ്പെട്ടതിന് പിന്നാലെ രാജ്യം ഒറ്റക്കെട്ടായി ആ ആവശ്യം ഉയർത്തുകയാണ്. ഇപ്പോൾ ദില്ലിയിൽ ചില തിരക്കിട്ട നീക്കങ്ങളും യോഗങ്ങളും നടക്കുന്നു. ഇന്ത്യ ഒരു പകര ചുങ്കം, അതായത് ഒരു പ്രതികാര താരിഫ് ചുമത്താൻ ആലോചിക്കുന്നു. പ്രധാനമായും അലുമിനിയം സ്റ്റീലിലുമാണ് കൂടുതൽ താരിഫ് അമേരിക്കയ്ക്ക് ചുമത്താൻ ഇപ്പോൾ ഒരു നീക്കം നടക്കുന്നത്. നമുക്കറിയാം, അലുമിനിയം സ്റ്റീലും വലിയ രീതിയിൽ തന്നെ അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന രണ്ട് ഉൽപ്പന്നങ്ങൾ തന്നെയാണ്. അവയ്ക്ക് കൂടുതൽ തീരുവ ചുമത്താനാണ് ഇപ്പോൾ നടക്കുന്ന നീക്കം. ഒപ്പം തന്നെ തുണിത്തരങ്ങൾ, അതായത് ഇന്ത്യ ഇവിടുന്ന് അങ്ങോട്ട് കയറ്റിയിരിക്കുന്ന തുണിത്തരങ്ങളുടെ ആ ഒരു ക്വാണ്ടിറ്റി വരില്ല എങ്കിൽ പോലും ആ തുണിത്തരങ്ങൾക്കടക്കം കൂടുതൽ താരിഫ് ചുമത്താനുള്ള നീക്കമാണ്. ഇപ്പൊ ഏതൊക്കെ കാര്യങ്ങൾക്കാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഉൽപ്പന്നങ്ങൾക്കാണ് കൂടുതൽ താരിഫ് ചുമത്തേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള ചർച്ചയാണ് ഇപ്പൊ കേന്ദ്രം തുടങ്ങിയിരിക്കുന്നത്. ചിലപ്പോൾ ഇന്നോ നാളെയോ ഒക്കെ അമേരിക്കയ്ക്ക് ബദലായിട്ട് ചൈന ചെയ്തതുപോലെ, ചൈനയ്ക്ക് താരിഫ് പ്രഖ്യാപിച്ചപ്പോൾ ചൈന ഒരു പകരച്ചുങ്കം അങ്ങോട്ടേക്ക് നൽകിയിരുന്നു. അതേ മാതൃക തന്നെ പിന്തുടരാനാണ് ഇന്ത്യയുടെയും ബ്രിക്സ് രാജ്യങ്ങളുടെയും ഒക്കെ തീരുമാനം. കാരണം ഈ തീരുവ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ, ഈ വലിയ രീതിയിലുള്ള താരിഫ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇന്ത്യ ഒരു പരാതി ലോക വ്യാപാര സംഘടനയ്ക്ക് നൽകിയിരുന്നു. ലോക വ്യാപാര കരാറിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ രാജ്യങ്ങളും കച്ചവടം ചെയ്യുന്നത്. പക്ഷേ ഇതിന് ഘടകവിരുദ്ധമായാണ് അമേരിക്ക പ്രവർത്തിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇന്ത്യ ഒരു കത്ത് നൽകിയിരുന്നത്. പക്ഷേ ലോക വ്യാപാര സംഘടനയുടെ ബൈലോയിൽ തന്നെ പറയുന്നുണ്ട്, ദേശീയ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ അതാത് രാജ്യങ്ങൾക്ക് കൈക്കൊള്ളാമെന്ന്. ഈ ഒരു പഴുതാണ് ട്രംപ് ഉപയോഗിച്ചത്. ഇതേ പഴുത് തന്നെ ഇന്ത്യയും ഉപയോഗിക്കുകയാണ്. ഇതോടുകൂടി ഒരു വിട്ടുവീഴ്ചയും ട്രംപിന്റെ ധാർഷ്ട്യത്തിന് മുമ്പിൽ വേണ്ട എന്നും ഒരു രീതിയിലുള്ള കോംപ്രമൈസും വേണ്ട എന്നും ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്രം എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പ്രധാനമന്ത്രി അത് വ്യക്തമായി തന്നെ പറഞ്ഞതാണ്. അവർ ഒരു തീരുവ ചുമത്തുകയാണെങ്കിൽ അതിന് മുകളിൽ ഒരു തീരുവ അങ്ങോട്ടും ചുമത്തും. അതായത് ഇനി ഒരു കോംപ്രമൈസിനില്ല എന്ന് വ്യക്തമായ സന്ദേശം ഇന്ത്യ നൽകുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.